അങ്ങനെ പൂജയ്ക്ക് പോകുമ്പോ എന്തെല്ലാവനെ കൊല്ലുരുളി വലിയ ചീകം പാത്തിൻ ജീവനെ അരിയൻ നെല്ലിന്റെ കൊല്ലരിവനെ. കുടുംബ പരപ്തക്കാരനാണ്. കുടുംബത്തിൻ്റെ സകലവിധ ഉത്തരവാദിത്തവും കണക്കിലെടുത്തൊരു കുടുംബനാഥൻ. കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും നോക്കി പരിപാലിച്ചു കൊണ്ടുവരേണ്ടതായ ചുമരബോധക്കാരൻ. ഈ മകൻ ജനിച്ചതിന് ശേഷമാണ് ഗ്രഹസ്ഥാനത്തേക്ക് ഉയർത്തി കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതുപോലെ പറയണതായ സ്ഥാനകർമ്മം വെച്ച് നോക്കണം പറയണു. ഇവയുടെ ഗർഭിണിയായിരിക്കുന്ന ടൈമിൽ വിശേഷങ്ങളായിട്ടിരിക്കുന്ന ടൈമിൽ ദുഃഖപ്പെട്ടതായ വാർത്ത കിട്ടും. എന്നിട്ടാണ് ഈ കുട്ടീനെ പ്രസവിച്ചാട്ടോ. പിന്നത്തെ സ്ഥാനകർമ്മം വെച്ച് നോക്കാൻ പറയണതായ സ്ഥാനം ഇവന് ഓർമ്മശക്തി കുറവാണ്. വെച്ചാൽ ഓർമ്മില്ല കേട്ടോ. ഒരു സ്ഥാനം അവിടെ വെച്ചു എന്ന് വെച്ചാൽ ആ സ്ഥാനം കിട്ടാന്ന് വെച്ചാൽ വീടാകെ തപ്പിത്തരാണ്. ലാസ്റ്റ് മറ്റേ സ്ഥാനം കയ്യിൽ കിട്ടുള്ളൂ. മുതിക്ക് വളരെ മൗനം. അവർക്ക് സ്ഥാനം വീണ്ടും കിട്ടി വരേണ്ട യുഗസ്ഥാനം രീതിയിൽ കാണുന്നുണ്ട് കേട്ടോ. ഇന്നവരെ ദാരി ദുഃഖത്തിന് ജീവിതത്തിൽ ഇല്ലാതെ മരണകാലം വരെ നിലനിൽക്കും ചെയ്യും. അതുപോലെ പറഞ്ഞതായ സ്ഥാനം ശാന്ത സ്വഭാവക്കാരനായി ഏറി മട്ടുകാരനൊന്നല്ല കേട്ടോ. അച്ഛൻ്റെ വീട്ടുകാരോട് സ്നേഹമുണ്ട്, അമ്മയുടെ വീട്ടുകാരോട് സ്നേഹമുണ്ട്. അച്ഛൻ അമ്മാവനെ കൊണ്ടുള്ള ആനുകൂലിക സ്ഥാനങ്ങൾ ഈ മുറി കിട്ടിയിട്ടുണ്ട്. ഇവന് വിദ്യ തന്നെയല്ല കാണുന്നത്. വിദ്യാസ്ഥാനത്ത് കൂടെ ഒരു സപ്പോർട്ടറെ വിളിച്ചു ബുദ്ധിരേഖ. അപ്പൊ ഇവിടെ ബുദ്ധിപരമായ കാര്യങ്ങളെ നേടിയെടുത്ത് അതിനെ വിജയിച്ച് അതിന്റെ ഭാവി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സകലവിധ ഉത്തരവാദിത്തം, കഴിവ്, സാമർഥ്യം, തൻ്റെ വൈഭവം എല്ലാം ഈ മകന്റെ ബുദ്ധിക്കുണ്ട്. അതായത് ഉറച്ച ബുദ്ധി പകർച്ചയുടെ ബുദ്ധിയല്ല. വിദ്യ കൊണ്ടും ബുദ്ധി കൊണ്ടും നല്ലൊരു സ്ഥാനത്തേക്ക് എത്തേണ്ട യുഗസ്ഥാനം ഈ മകന്റെ രീതിയിലുണ്ട്. ഇവന്റെ സ്വന്തം പ്രയത്നം, സ്വന്തം അധ്വാനത്തിന്റെ മുകളിൽ സ്വന്തം സ്ഥലം, സ്വന്തം ഗ്രഹം, സ്വന്തം ഭവനം, ഒരു വാഹനത്തിൽ ഉടമസ്ഥനെ വരാനുള്ള യോഗസ്ഥാനം കാണുന്നുണ്ട് കേട്ടോ. 31.5 വയസ്സാവണം. 31.5 വയസ്സ് കഴിഞ്ഞാൽ ഇവന്റെ ഭാവി നന്നായി വരും ചെയ്യും. ഇവന്റെ ആയുസ് 78 വയസ്സ് വരിക. ദീർഘായുസോടെ മോനാണ്. എല്ലാ കാര്യം സുഖം ദോഷം കേട്ടോ. ആ പഠനം നോക്കിയ കൃഷ്ണനും രാധേ കൃഷ്ണരാജ്യം കണ്ട എല്ലാ കാര്യക്കും സുഖം ദോഷം കേട്ടോ.